അപ്പം ഗൈസ് രാവിലെ പെയിനായിട്ട് വന്നതാണ്. ഇന്ന് ജനുവരി 2 ആക്ച്വലി എനിക്ക് 5 അഡ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. പക്ഷേ വേദന കൂടിയിട്ട് നടുവും താഴെ വയറിൻ്റെ താഴെ വേദന വന്നിട്ട് പെട്ടെന്ന് വെപ്രാളത്തിൽ നിന്ന നിലയിൽ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെടുത്ത്, അതുപോലെ ബാക്കി കാര്യങ്ങൾ PV ചെയ്തു. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് നോർമലാണെന്നാണ് പറഞ്ഞത്. അപ്പം ചിലപ്പോൾ നാളെ 3-ാം തീയതി നമ്മളെ തിരിച്ചു വിടുന്നിട്ട് 5-ാം തീയതി വരാൻ പറയും. അല്ലെങ്കിൽ നാളെ ഡോക്ടർ വന്ന് ഒന്നുകൂടി, എൻ്റെ ഡോക്ടർ നിരഞ്ജൻ ഡോക്ടറാണ്, ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ എന്താണെന്ന് തീരുമാനിക്കുക. അപ്പം ബേബിയുടെ സാധനങ്ങളും എൻ്റെ സാധനങ്ങളും ഒന്നും എടുത്തില്ല, നമ്മൾ പെട്ടെന്ന് വന്നതായതുകൊണ്ട്. അപ്പം പെട്ടെന്ന് ഇവിടെ കയറി അഡ്മിറ്റ് ആയതാണ്. അപ്പം വന്ന് ചെക്ക് ചെയ്ത് BP, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ എല്ലാം ECG എല്ലാം നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. വീഡിയോ എടുക്കണ്ട. നോക്ക് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഡെലിവറി ചെയ്യാൻ പോകുന്ന ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ ഞാൻ എൻ്റെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ പാട്ടും എനിക്കിഷ്ടമുള്ള കുറേ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഹോളിൽ. അപ്പോൾ അതായത് എനിക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഞാൻ ചെയ്തത്. കാരണം അമ്മാതിരി ടെൻഷനുണ്ട്, എനിക്ക് ആരോടും എന്ത് സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. സോ ദാറ്റ് ഭയങ്കര ടെൻഷൻ കയറിയിട്ട് ഞാൻ പാട്ടിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഹോളിൽ. അപ്പോൾ നമ്മൾ കുറേ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നു. പിന്നെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. കുഞ്ഞിൻ്റെ വാഷിംഗ് മെഷീനാണത്, പിന്നെ അതുപോലെ തന്നെ ടബ്, അതുപോലെ ഡിറ്റർജൻറ്റ് കാര്യങ്ങൾ, പിന്നെ പാവ, പിന്നെ കുഞ്ഞുടുപ്പുകൾ, ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ കഴുകി ഉണക്കി സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം ഈ കാണുന്ന എല്ലാ വസ്തുക്കളും ഞാൻ വൃത്തിയാക്കി ഒരു 1 മന്തൊക്കെ മുന്നേ തന്നെ ഞാൻ സകലതും കഴുകി വൃത്തിയാക്കി എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഇതെല്ലാം. പാമ്പേഴ്സും അല്ലാത്ത തുണിയും വെച്ചിട്ടുണ്ട്, കുഞ്ഞുടുപ്പുകൾ, പിന്നെ ബ്രസ്റ്റ് പമ്പ്, ഫ്ലാസ്ക്, പിന്നെ കുഞ്ഞിനുള്ള ചെറിയ കുപ്പി, അതുപോലെ എനിക്കുള്ള ഫ്ലാസ്കും കാര്യങ്ങളും എല്ലാം. പിന്നെന്താണ്, നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേയധികം ഡ്രസ്സസ് ഉണ്ടല്ലോ, ഫീഡിങ് ബ്രാ, അതുപോലെ തന്നെ അങ്ങനത്തെ ഇന്നർ ഇയേഴ്സ്, പിന്നെ ഫീഡിങ് മാക്സുകൾ, അങ്ങനെ. പിന്നെ എൻ്റെ മേക്കപ്പ് സാധനം, ഇതൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാമഗ്രികളുമായി ഞാൻ പോകാൻ വേണ്ടി എല്ലാം ഇത് റെഡിയായി. പിന്നെ ടോയ്ലറ്ററീസാണിത്, ബാത്റൂമിൽ യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ, അങ്ങനെ ഇതിൻ്റെ ഡ്രസ്സസ്, അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇത് ബേബി നെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, വലയും എല്ലാം കൂടെ സെറ്റ് എല്ലാം കൂടെ വരത്തില്ലേ, അതാണ്. അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്, നമ്മൾ ഓൺലൈനായിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണത്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി പോകണം. ഇനി എന്താണ്, പ്രസവിച്ചാൽ മതി. അപ്പം ഞാനിങ്ങനെ ടെൻഷൻ ഇല്ലയെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ, ക്യാമറ ഓണാക്കി. പക്ഷെ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഉള്ളിൽ. അപ്പം അനുവാദം ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ്
നമ്മൾ കഴിക്കാനിരുന്നു വെച്ചാൽ നിതിൻ്റെ അമ്മ ഡെലിവറിക്ക് തൊട്ട് മുന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുഞ്ഞ് വരാൻ പോകുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം. ഇപ്പം ഈ വീഡിയോയിൽ നിതിൻ്റെ അമ്മ അപ്പുറത്തെ ചെടി ഇരിപ്പുണ്ട്. അതുവരെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല, അന്നാണ് വന്നത്. അപ്പം എനിക്ക് അന്ന് തന്നെ മത്തിപ്പീര കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ മത്തിപ്പീര ഉണ്ടാക്കി കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പ്രസവിക്കാൻ പോയത്. കാരണം എനിക്കതിന് കൊതികളും കാര്യങ്ങളും ഒന്നും ഈ 9 മാസം ഇല്ലായിരുന്നു. ഫുൾ ഷർട്ടിലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ ആ ദിവസം എനിക്ക് കഴിക്കാൻ തോന്നി, ഞാൻ കഴിച്ചു. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റിലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദേവുവിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മത്തിപ്പീര ടേസ്റ്റ്. സോ ആൻറ്റി എടുത്ത് വിളിച്ച് റെസിപ്പി ചോദിച്ച് അതുണ്ടാക്കി കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. പിന്നെ അതിൻ്റെ കൂടെ കണ്ണിമാങ്ങ അച്ചാറും പിന്നെ എന്തായിരുന്നു ബീട്രൂട്ട് തോരനും തക്കാളി രസവും ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്താട്ടോ ഒഴിച്ചായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂട്ടി കഴിച്ച് ചോറ് അധികം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ. അപ്പം അതെല്ലാം കൂട്ടി ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഉച്ചയ്ക്കാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം ഇത് 7-ാം തീയതി കേട്ടോ, അതായത് ഡെലിവറി ദിവസം. അപ്പം ഞാൻ കഴിച്ചു. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. മാങ്ങയാണ് കേട്ടോ അത്. മാങ്ങ കഴിച്ചു. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാണ്, ഒന്നും വിചാരിക്കില്ല, വീഡിയോയിൽ അതാണ് കേൾക്കുന്നത്. അപ്പം ഇങ്ങനെ ഏമ്പൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു. കാരണം ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലോട്ട്. അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിലെത്തി. അവിടുന്ന് വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഒരു 15 മിനിറ്റ് അത്രയേ ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട്. അപ്പം നമ്മളിറങ്ങി. പിന്നെ സിസ്റ്ററിൻ്റെ അടുക്ക് ഞാനിങ്ങനെ വേദന എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മക്കളെ ഇതൊന്നും അല്ല ഒറിജിനൽ വേദന, ഇനിയാണ് യഥാർത്ഥ വേദന വരാൻ പോണത്. അതായത് ഇത് നടുവേദനയാണ്. എനിക്ക് ചെറിയ രീതിയിൽ വന്നു പോയ നടുവേദന വീണ്ടും വന്നു. അങ്ങനെ ഓരോന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ, BP കാര്യങ്ങളും എല്ലാം. പിന്നെ എല്ലാ കാര്യങ്ങളും അപ്പം വന്ന് നല്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. ഇടയ്ക്ക് മെഡിസിൻ തരും, ഇങ്ങനെയൊക്കെ. അപ്പം ഈ വേദന തന്നെ എനിക്ക് ഒരുമാതിരി ആയിരുന്നു. ഇപ്പം ഞാൻ ചിരിച്ചിരിക്കുന്നത് വേദന ഇല്ലാത്ത സമയമാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല, ഞാനങ്ങ് മാറും. നാഗവല്ലിയായിട്ട് ഞാനങ്ങ് മാറും. നാഗവല്ലിയോ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് ഞാൻ മാറുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ട ഇപ്പം ഞാനിരിക്കുന്നത് വേദന എടുത്ത് ഭ്രാന്തായിട്ടിരിക്കുന്ന ഞാനാണ്. മുടിയൊക്കെ വാരി കെട്ടി ഒരുമാതിരി ഇരിക്കുന്നത്. അപ്പം എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ഞാൻ ഇതിനെ. ഒന്നും ചെയ്യാനില്ല, ഞാനിപ്പോൾ ചത്തുപോവും, എന്ത് ചെയ്യും, നീ വേറെ കിട്ടുമോ, ഇതൊക്കെയാണ് ഞാൻ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം വേദന കൊണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കരമായിട്ട് കിടന്ന് കൂവി വിളിച്ചു. ഞാൻ ഡോക്ടറിനോട് വരെ ചൂടായി. പക്ഷേ ഡോക്ടർ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഡോക്ടർ എല്ലാം സഹിച്ചു. ഡോക്ടറിനല്ല എല്ലാവരും എല്ലാം സഹിച്ചു. അപ്പം ഭയങ്കരമായിട്ട് വേദനയെന്ന് വെച്ചാൽ നടുവിന് പാറക്കല്ലിട്ട് പൊട്ടിച്ച് നടുവിൻ്റെ എല്ല് പൊട്ടുന്ന വേദന. നിതിൻ മാക്സിമം എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു വിധത്തിൽ റെഡി ആവുന്നില്ലായിരുന്നു. കാരണം വേദനയുടെ അളവ് കൂടി വരുമായിരുന്നു കേട്ടോ, കുറയുന്നില്ല, കൂടി വരുമായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു, അസഹനീയമായ നടുവേദന. നടു അങ്ങ് ബ്രേക്കായി പോകുന്ന ഒരു വേദന, അത്രയേ ഉള്ളൂ. നടു തല്ലി പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും, ആ ഒരു വേദന. പിന്നെ എല്ലാവരും ഡെലിവറിക്കായിട്ടുള്ള എല്ലാവരും വന്നു. ഹോസ്പിറ്റലിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. നിതിൻ്റെ സിസ്റ്ററാണ് അവിടെ ഇരിക്കുന്നത്, നിതിൻ്റെ അമ്മയാണ് ആ ഫ്രണ്ടിൽ റെഡ് ഇട്ടിരിക്കുന്നത്. അവരൊക്കെ ഇപ്പം വന്നവരാണ്. പിന്നെ എൻ്റെ ഡോക്ടറാണ് പോകുന്നത് നിതിൻ്റെ ഫ്രണ്ടിലായിട്ട്, നിരഞ്ജന ഡോക്ടർ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഞാനുണ്ട്, മദർ ആൻഡ് ബേബി യൂണിറ്റിൽ ഞാനുണ്ട്. അപ്പോൾ എനിക്ക് പെയിൻ കൂടാനുള്ള മരുന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനാണ് അകത്ത് നിലവിളിയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പം ലേബർ അടുത്തു, നിതിൻ വരികയാണ്. നിതിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെൻഷനാണ്, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കയറുന്നത്. അപ്പം എല്ലാവരും കൂടെ എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തു. സോ ദാറ്റ് നടുവേദന കുറഞ്ഞു. അതുകൊണ്ട് കോൺട്രാക്ഷൻസ് അറിയുന്നത് കുറവായിരുന്നു. പിന്നെ പുഷ് ചെയ്ത് ഇറക്കുക എന്നുള്ള എൻ്റെ ഒരു ഡ്യൂട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ മാക്സിമം പുഷ് ചെയ്യാണ്. അവനുണ്ട് അടുത്ത്, അതുപോലെ ഡോക്ടേഴ്സ് നഴ്സ് എല്ലാവരും ഉണ്ട്. ഞാൻ കിടന്ന് മുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നല്ലപോലെ എൻ്റെ ബേബി പെട്ടെന്ന് ഇങ്ങനെ വന്നു. 20 മിനിറ്റിലാണ് കേട്ടോ വന്നത് ബേബി. 20 മിനിറ്റാണ് കറക്റ്റ് ടൈം എടുത്തത് വരാൻ വേണ്ടിയിട്ട്, ഡെലിവറി ടൈം. അപ്പം കഴിഞ്ഞിട്ടുള്ള ഞാൻ എങ്ങനെ കിടക്കുകയാണ്. എനിക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു ഇമോഷൻസ്, കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ ഒരു ഇമോഷൻ എന്തൊക്കെയോ. പിന്നെ എല്ലാവരും പറയുന്നത് അമ്മ ഫീലിംഗ് ഒന്നും പെട്ടെന്ന് എനിക്ക് വന്നില്ലായിരുന്നു, പതുക്കെയാണ് അതൊക്കെ വന്നത്. പക്ഷേ ആ കരച്ചിൽ കേട്ടപ്പോൾ എന്തോ ഒരു സ്പാർക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുമല്ലോ, അതൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ
ഞാൻ കുഞ്ഞിനെ കാണിക്കുന്നൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ കിടന്ന് കാണിക്കുന്നത് ഷോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അതെ എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ കിടക്കുകയാണ്. ഡോക്ടർ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രൈവറ്റായിട്ട് വെക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പ്രൈവറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ വെറുതെ ഒരു മെമ്മറിക്കായിട്ടൊരു വീഡിയോ ആണ്. പിന്നെ എൻ്റെ ധ്രുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ. അപ്പം പിന്നെന്താണ്, അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ, ഇങ്ങനെ കിടക്കുകയാണ്. ആ ഒരു 9 മാസത്തെ സ്ട്രഗിൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിലാക്സേഷനാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നിതിൻ്റെ അമ്മയാണ്. ബേബി ബോയ് ആയതിനുള്ള സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. പിന്നെ ഇത് നിതിൻ്റെ സിസ്റ്ററാണ്. ഓരോരുത്തർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രസവിച്ച കാര്യം. അപ്പം നിതിൻ്റെ എൻ്റെ ഇടയ്ക്ക് നിന്ന് തിരിച്ച് പുറത്തോട്ട് വന്നു. നിശ്ചയിച്ചുണ്ട്, പ്രവീൺ ചേട്ടനുണ്ട്, അങ്ങനെ BNAയിലുള്ള ഞങ്ങളുടെ സകല ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ ഓടി എത്തിയിട്ട് ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കുന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ എല്ലാ ടൈമിലും ഉള്ളവരാണ് ഇവർ. എന്നാലും ഡെലിവറിക്ക് അവർ വന്നു. അപ്പം ബേബീനെ നെഞ്ചേൻ്റെ കയ്യിലോട്ട് കൊടുത്തു. നെഞ്ചേൻ്റെ കയ്യിലോട്ടാണ് ബേബി തന്നത്. നമ്മൾ നേരത്തെ കണ്ടു, എന്നാലും കയ്യിലെടുത്ത് അവൻ ഹായ് ആട്ടോ ബേബി എടുക്കുക പറഞ്ഞത്. ബേബി എടുക്കുക ഹായ് പറഞ്ഞിട്ടാണ് ഈ തന്ത ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയത്. അങ്ങനെ ഒരു അച്ഛനാണ് അവൻ. അപ്പം ഹായ് എന്തടാ ഇങ്ങനെയാണ് ചോദിച്ചത് അവൻ. അപ്പം അങ്ങനെ പിന്നെ ഇത് ഡിഫ്ന ചേച്ചി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ലഡു വിതരണമാണ് കാണുന്നത്. ഹാപ്പിനെസ്സിൻ്റെ വിതരണം ഉണ്ടല്ലോ, അതാണ്. ലഡു ഒക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു. എൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ വളരെ അടിപൊളിയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്ക് പെയിൻ ഉണ്ട്, പക്ഷേ ഡെലിവറി സമയത്ത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. സ്മൂത്തായിട്ട് നടന്നു. സ്മൂത്തല്ല, ഓക്കെ ആയിട്ട് നടന്നു. അടിപൊളിയാണ്. നല്ല കരച്ചിലും ഒക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് കണ്ട് പാല് കൊടുത്ത് അവിടെ മേലെ എനിക്ക് കൊണ്ടുവരുത്തത്. എന്താണ് എന്താണ് ടൈം എത്രയായി? 4 മണി. കാണാനില്ല. ഷീറ്റ് മാറ്റി തരുമല്ലോ. വീട്ടിടാൻ ചിലപ്പോൾ അടുപ്പ് കൊണ്ടുവരും. അപ്പം ഇത് ഹോസ്പിറ്റലിലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് 2-3 ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലോട്ട് പോകാനുള്ള റെഡിയാക്കലും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ബേബിനെ ഒരുക്കി ഞങ്ങളെല്ലാവരും ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. എനിക്ക് വീട്ടിലോട്ട് എത്തിയപ്പോഴാണ് കേട്ടോ ആശ്വാസം. കാരണം ഒരു റൂമിൽ അയ്യോ നിതിൻ്റെ അമ്മ, നിതിൻ്റെ സിസ്റ്റർ, ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച്, അതെനിക്ക് ഭയങ്കര സ്ട്രഗിളാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. സോ അത് കഴിഞ്ഞ് ആ ഒരു സ്ട്രഗിൾ മാറി വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമാണ് എനിക്ക്. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവസി കിട്ടുമല്ലോ, അതുകൊണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്, കാറിലിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി. താഴെ നമ്മളിരിക്കുകയാണ്. അവരവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കുക. അച്ചുണ്ട്, എൻ്റെ മാമിയാണ് കേട്ടോ സൈഡിൽ. മാമി എൻ്റെ റിലേഷൻ വഴി മാമിയാണെങ്കിലും അവൾ എൻ്റെ സെയിം ഏജാണ്. അപ്പോൾ അച്ചുണ്ട്, മാമനും വന്നിട്ടുണ്ടായിരുന്നു, ബേബി വന്നിട്ടുണ്ടായിരുന്നു അവരുടെ. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഇറക്കി നമ്മൾ ഫ്ലാറ്റിൽ കയറുവാണ് കേട്ടോ. അപ്പം അവർ ആരതിയൊക്കെ ഒഴിഞ്ഞ് കയറ്റാനുള്ള ഇതാണ്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലോട്ട് കയറുവാണ് ബേബിയും കൊണ്ട്. ഫസ്റ്റ് ടൈം ബേബി ഉള്ളിലോട്ട് കയറുമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പം അങ്ങനെ നമ്മൾ കയറി. അച്ചു വിളക്കൊക്കെ കത്തിച്ചു. അപ്പം നിതിൻ്റെ അമ്മയാണ് വന്ന് ആരതിക്ക്. ആൻറ്റിക്ക് അറിയത്തൊന്നുമില്ല, എന്നാലും ആൻറ്റിക്ക് ചെയ്യാൻ തോന്നിയിട്ടായിരിക്കും ആൻറ്റി വന്ന് ചെയ്തത്. നിതിൻ്റെ അമ്മയാണ് ആരതി ഒഴിഞ്ഞ്. പുള്ളിക്കാരിക്ക് ഇതൊന്നും അറിയുന്ന ഒരാളൊന്നും അല്ല. പുള്ളിക്കാരി പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്. പക്ഷേ സ്റ്റിൽ ഷീ ഈസ് ഡൂയിങ് ദാറ്റ്.
അപ്പം എന്താണ് അങ്ങനെ ചെയ്തു. ആരതിയൊക്കെ ഒഴിഞ്ഞു. അങ്ങനെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ നമ്മൾ. എനിക്ക് ആ തീ കണ്ടിട്ട് പേടിയായി, ആളി കത്തിയപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് വന്ന് വീട് മൊത്തം ക്ലീൻ ചെയ്തിട്ടിട്ട് ഒട്ടും പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാക്കി റൂമെല്ലാം നിറയെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് എന്താണ് അതെ വെൽക്കം ബേബി ബോയ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വെച്ച് എന്താണ് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ റൂം, നമ്മുടെ ബേബീനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ, അവരെല്ലാം അറിഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടുകാർ. സോ നോക്ക്, അടിപൊളിയായിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂം ഞങ്ങളുടെ ബെഡ്റൂമാണിത്. സോ നമ്മുടെ ബേബിയുടെയും റൂമാണ് ഇനി തൊട്ട്. റൂമിൻ്റെ പേരൊക്കെ സെറ്റ് ചെയ്ത്, ബലൂണൊക്കെ സെറ്റ് ചെയ്ത്, ബെഡെല്ലാം റെഡിയാക്കി. ഞങ്ങൾ തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച പാവയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അവന് വേണ്ടി തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഞങ്ങൾ. അപ്പം പാവയൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞിനെ അതിനകത്തോട്ട് കിടത്തുകയാണ് കേട്ടോ, അവൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനാണെങ്കിൽ ആകെ ഉറക്കമാണ്. അവൻ വണ്ടി കയറി അപ്പം ഉറങ്ങും. ഇപ്പം അവന് 1 month പൂർത്തിയായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, മീൻസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് അവൻ വണ്ടി കയറി അപ്പം ഉറങ്ങും. പിന്നെ അവനെ ഇച്ചിരി താമസിച്ച് ഉണർത്തിയാൽ മതി, അങ്ങനെ ഇതാണ്. പക്ഷേ രാത്രി ഫുൾ ഉണർന്നിരുന്ന് ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെയാണ്. ഞങ്ങൾ വെളുപ്പിനെ വരെ ഉണർന്നിരിക്കും, ഞാനും അവനും കൂടെ. ഞങ്ങൾ രണ്ടുപേരും കൈമാറി എടുത്ത് ഫീഡും ചെയ്ത് അങ്ങനെ ഇരിക്കലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുന്നത്. നല്ല സ്ട്രഗിളാണ് കേട്ടോ. അപ്പം അവനെ കൊണ്ട് റൂമിൽ കിടത്തി. എന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അവനാണെങ്കിൽ അറിഞ്ഞ പോലും ഇല്ല വീട്ടിൽ കയറിയ കാര്യം, കാരണം നല്ല ഉറക്കമാണ്, പൂരം ഉറക്കമാണ് അവൻ. പിന്നെന്താണ്, അങ്ങനെ മാമനും മാമിയും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ നമ്മളെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം അവരെ കൊണ്ടുവിടാൻ വേണ്ടി നിതിൻ പോയി. നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഡെലിവറി വ്ലോഗ്, ഇത്രയേ ഉള്ളൂ.